മാറണം. മെസ് മൊത്തം മെസ്സാണ്. ഇപ്പൊ ഞാനുള്ളതിന്റെ സ്റ്റുഡിയോയിലാണ്. ഇതിനെ സ്റ്റുഡിയോ എന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പരിതാപകരമാണ്. ഞാനിന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. സാധാരണഗതിയിൽ ഇന്നിപ്പം ബുധനാഴ്ചയാണ്. സാധാരണഗതിയിൽ ഈ ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കണ്ടന്റ് എഴുതുന്ന ദിവസമാണ്. ബുധനാഴ്ചകളിൽ കണ്ടന്റ് എഴുതി വെക്കും, വ്യാഴാഴ്ചകളിൽ അത് ഷൂട്ട് ചെയ്യും, വെള്ളിയാഴ്ചകളിൽ അത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. സൗണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ മൈക്കില്ലാതെയാണ് സംസാരിക്കുന്നത്. അപ്പൊ വെള്ളിയാഴ്ചകളിൽ അത് നിങ്ങളിലേക്ക് എത്തും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാറ്. കുറെ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, അതായത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രോസസ്സ്, നിങ്ങൾ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് കണ്ടന്റ് എടുക്കുന്നത്, നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയാണ്. പക്ഷെ ഞാനത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോണ്ടന്റ് അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു കോണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് ആ കോണ്ടന്റിനെ വർക്കൗട്ട് ചെയ്തിട്ട് ഇതൊന്നും ഇങ്ങനെ പറയേണ്ട ഒരു സാധനമല്ല, കൃത്യമായിട്ടിരുന്ന് സംസാരിക്കേണ്ട ഒരു സാധനമല്ലേ. ഞാൻ പറഞ്ഞ വിഷയം വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ ബുധനാഴ്ച ഇവിടെ എത്തി. സാധാരണഗതിയിൽ ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ച ഞാൻ വന്ന് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകും. അടുത്ത വ്യാഴാഴ്ച പിന്നെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് എത്താറുള്ളൂ. ഇനി അങ്ങനെയല്ല, ഇനി നമുക്ക് ഒന്ന് സഞ്ചരിക്കണം. നമുക്ക് സഞ്ചരിക്കാൻ മീൻസ് നമ്മൾ ഒരുമിച്ച് ഞാൻ പോകുന്ന വഴികളിലൂടെ നിങ്ങൾക്കും സഞ്ചരിക്കാം. ഈ ചാനൽ സോൾ ഓഫ് സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ എൻ്റെ ആത്മാവിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. പണ്ടേ മുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്. ഇതിൽ ഈ എന്താ പറയുക, കോണ്ടന്റ് ഇല്ല. അതായത് കോണ്ടന്റ്ലെസ് സോണാണ് ഇത്. അതിന് ഞാനൊരു കണ്ടന്റ്മെന്റ് സോൺ എന്നാണ് ഞാൻ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടന്റ്മെന്റ് സോൺ ആണ്, ലൈഫ് ഡയറീസ് ആണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെയൊക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ, ചില വിഷയങ്ങൾ, നോട്ട് ദ വേർഡ്, വിഷയങ്ങൾ അത് വരും ബേപ്പു സുൽത്താനിൽ. അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ചാനലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയമൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ അതിന് മുമ്പ് ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ഇപ്പം നേരത്തെ കാണിച്ചു തന്നില്ലേ, കണ്ടോ എൻ്റെ ചെസ് ബോർഡ് ഫുൾ മെസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോയതാണ്. ഞാനും അഖിലാണ്ട ബ്രഹ്മം കൂടി ഒരു ചെറിയ പോർക്കളം സെറ്റ് ചെയ്തിരുന്നു. അത് ഇന്ന് വരും. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നാളെ ആയിരിക്കും വീഡിയോ കാണുക, അല്ലെങ്കിൽ ആയിരിക്കും, അറിയില്ല. ഈ സോൾ ഓഫ് സുൽത്താന്റെ കാര്യത്തിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല. പക്ഷെ അതൊരിക്കലും ഗ്യാപ്പിലല്ല കേട്ടോ, കണ്ടിന്യൂസ്ലി ഇനി ഞാൻ ചവറ് പോലെ വീഡിയോ ഇടും. ഞാൻ പറഞ്ഞല്ലോ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ കുറച്ച് ശേഷം ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഫോണിൽ സംസാരിക്കാം, ക്യാമറ സെറ്റ് ചെയ്തിട്ട് മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് സംസാരിക്കാം. ലെങ്തി വീഡിയോസ് നമുക്കങ്ങനെ സംസാരിച്ച് തള്ളാൻ പറ്റുന്ന ഏരിയയാണ്. ആരും നിർബന്ധമായിട്ടിരുന്ന് കാണണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളൊക്കെ ഒരു ഫ്രീ ടൈമിൽ ഇരിക്കുന്ന സാഹചര്യമാണെന്നില്ല, നമുക്ക് ഒരുമിച്ച് സംസാരിക്കുന്നത് പോലെ നെവർ മൈൻഡ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് വിഷയവും സംസാരിക്കാവുന്ന ഒരു ചാനലായിട്ട് സോൾ ഓഫ് സുൽത്താൻ മാറണം. കാരണം ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊന്നും പൊതുവെ ഇപ്പോൾ ഞാൻ കാണാറില്ല. എന്താണ് അതിൻ്റെ ഒരു മറ്റേ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വ്ളോഗിങ് തന്നെ ഞാൻ ചെയ്തിട്ടും കാലങ്ങളായി, കണ്ടിട്ടും കാലങ്ങളായി. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ പിടിച്ച് അങ്ങനെ പോവാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ബിഗ് ബോസ് ഒക്കെ 24/7 കാണില്ലേ, അപ്പോൾ അയാളിപ്പോൾ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സാധനം നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതേപോലെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ കടന്നു പോകുന്ന നല്ലതും ചീത്തയും മീഡിയ ആയിട്ടുള്ള കാര്യങ്ങളായാലും എനിക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ പ്രൈവസി ഷെയർ ചെയ്യുന്നു എന്നല്ല, ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളെല്ലാം ഞാൻ വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. സോ അതിൻ്റെ ഒരു തുടക്കം എന്ന വണ്ണം 1 മണിക്കൂർ സമയം എനിക്ക് തരണം. കാരണം മൊത്തത്തിൽ ഞാൻ അതൊന്ന് വൃത്തിയാക്കട്ടെ, അതിനുശേഷം നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഞാനൊരു മെമ്മറി കാർഡിൻ്റെ ഒരു സാധനം എടുത്ത് വെച്ചു. സോണി 6400 പഴയ നമ്മുടെ ക്യാമറ തന്നെയാണ്. ക്യാമറയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം.
അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് എന്ത് വേണം, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരണം, ചെയ്യുന്നില്ല എന്നുള്ള കുറ്റബോധം ഒന്ന് മാറണം. ഞാൻ ഭയങ്കര ഉഴപ്പാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോടുകൂടി. സോ അങ്ങനെ വരാൻ പാടില്ല. യൂട്യൂബ് നമ്മളെ തെറി വിളിക്കണം കണ്ടന്റ് കണ്ടിട്ട്. അതിപ്പോൾ തന്നെ വിളിക്കുന്നുണ്ട്, അതല്ല, കണ്ടന്റുകൾ നമ്മൾ നിറയ്ക്കുന്നത് കണ്ടിട്ട് യൂട്യൂബ് വേറെ വല്ല പരിപാടിക്കും പോ എന്ന് പറയണം. അങ്ങനെയായിരിക്കണം. സോ നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സോളോ സുൽത്താന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ച ക്യാമറ, ടിപ്പു സുൽത്താന് വേണ്ടി മാറ്റിവെച്ച ക്യാമറ, നമ്മുടെ സ്വന്തം 200D അതവിടെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സോളോ സുൽത്താന് വേണ്ടി മാത്രം വെച്ചിട്ട് ഇതിവിടെ സെറ്റ് ചെയ്യും. വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, പല വിഷയങ്ങളും കടന്നു പോകുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. നടക്കുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന കാനൺ 200D. എൻ്റെ ഈ സൈഡൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. മേ ബി ഒരു 3-4 മാസം ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടാവാം. അതല്ല എങ്കിൽ ഒരു 8-9 വർഷത്തെ പഴക്കം കൊണ്ടാവാം. അതൊക്കെ ഒന്ന് മൊത്തത്തിൽ റെഡിയാക്കി എടുക്കണം അവനെ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്യാമറ. അതൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ നമ്മുടെ ഗോപ്രോ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ലോകത്തേക്ക് പോവാൻ. വിഷൻ റെഡിയാണ്. ഇനി നമുക്ക് ഓഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ദുർലഭമായിട്ടുള്ളൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ പിന്നാലെയാണ് എല്ലാ ബ്ലോഗേഴ്സും ഓടിക്കൊണ്ടിരിക്കുന്നത്. ബട്ടൺ മൈക്ക്, ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2. ഇതിൻ്റെ ഒരു S വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ഐഫോണിനൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. കിട്ട് സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് ഒരെണ്ണം ബേപ്പു സുൽത്താൻ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാട്ടോ. ഇതിൻ്റെ തന്നെ ഒരു L1 സാധനം. ഹോളി ലാൻഡിൻ്റെ തന്നെ വേറൊരു സാധനം, ഒരു ലാർക്ക് M1 എന്ന് പറയുന്ന സാധനം. ഇതും കുഴപ്പമില്ല, നല്ലൊരു. പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാണാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബട്ട് കൊള്ളാം ഓവറോൾ. അപ്പം ഞാൻ ഇത് രണ്ടും മാറി മാറി യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും പോകുമ്പോൾ ഇത് ഞാൻ സ്റ്റുഡിയോ തന്നെ വെക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ മൈക്ക് എടുക്കാൻ മറക്കും. ഞാനൊക്കെ ഏതാണ്ട് ചില സാഹചര്യം എന്നല്ല എപ്പോഴും മറക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് സന്തത സാഹചര്യം, ഇത് സ്റ്റുഡിയോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ഓൾറെഡി നമ്മുടേതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. സലാം ബുദംസ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സമയം 11:30 ഇപ്പം സമയം 3 മണി കഴിഞ്ഞു. അത്രയും സമയം കഴിഞ്ഞു, ഏകദേശം ഒരു 4 മണിക്കൂറിന് മുകളിൽ. 1 മണിക്കൂറോളം എനിക്ക് പണി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലൊരു ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. മുകളിലാണോ താഴെയാണോ എന്നറിയില്ല, നല്ല അലമ്പായിരുന്നു. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങൾ അതിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ഡിലേ ഇട്ടു. പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വന്നത്. നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ഡിലേ ആവില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇത്രയും സമയം എനിക്ക് വേസ്റ്റ് ആയിരുന്നു. സാധാരണഗതിയിൽ ഞാനിവിടെ വരാറ് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഈ കഴിഞ്ഞൊരു 2 മാസം മുമ്പേ വരെ ഞാനൊരു വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇവിടെ വരും. വൈകുന്നേരം 6 മണിക്ക് വന്ന് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9 മണിക്ക് ഞാൻ ഷൂട്ട് തുടങ്ങും. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്ന് വേപ്പൂരേക്ക് പോവുകയാണ് ചെയ്യുക. സാധാരണഗതിയിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാനിവിടെ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതിന് പകരം എന്തുകൊണ്ട് കണ്ടിന്യൂസ്ലി ഇവിടെ വന്നോടെ, അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടി കോണ്ടൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വയ്യാണ്ടായിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഈ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു കാലത്തിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു ഡിലേ ഇടാനുള്ള കാരണം വീട് പണി കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രെയിൻ ഉള്ളതുകൊണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കഴിഞ്ഞു. വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു റിട്ടേൺ വന്നതിന് ശേഷം ആദ്യത്തെ വീഡിയോ അതായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വീഡിയോസ് ചെയ്യണം എന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോണ്ടൻറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അതിലെന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല. അങ്ങനെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിൽ ഒരു വ്യക്തി
എന്തുകൊണ്ടാണ് ഒരു വ്യക്തി എന്ന് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭ്രാന്തമായിട്ടുള്ള സബ്ജക്ട്സ് ബഹുഭൂരിപക്ഷവും ഡിസ്കസ് ചെയ്യുന്നത് അവനുമായിട്ടാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയുന്നുണ്ടാവും, കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒക്കെ ഞാൻ ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോടൊപ്പം ആ വ്യക്തിനെയും കാണണം, സംസാരിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി നമ്മുടെ ബോധഗണങ്ങൾ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഖിലാണ്ട ബ്രഹ്മം എന്നാണ് അവനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവൻ്റെ പേര് അഖിൽ എന്നാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവൻ താമസിക്കുന്നത്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ കസിനാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഭ്രാന്തുണ്ട്. ഇത് എന്ന് പറയുമ്പം കോൺസ്പിറസി ആയാലും ശരി, ഹൊറർ ആയാലും ശരി, സയൻസ് ഫിക്ഷൻ ആയാലും ശരി, സയൻസ് ആയാലും ശരി, കറണ്ട് അഫയേഴ്സിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ഉണ്ട്. അപ്പം ഈ ഒരു വിഷയം ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഡിസ്കഷൻസിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ എന്ന് കുറേ പേര് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ഞങ്ങൾ വലിയ ബുദ്ധികളായിട്ടൊന്നുമല്ല, പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ പോലും തമാശയിലൂടെ സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. ആ തമാശ തന്നെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് ചിരിക്കാനുണ്ട്. ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഭാര്യ, ഞങ്ങൾ 3 പേരും കൂടി അടുപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഭാര്യ അഖിലും കൂടി ചേർന്നിട്ട പേരാണ്. കാരണം 3 കല്ലുകൾ കൂടി ചേരുമ്പോഴാണല്ലോ അവിടെ പാചകം നടക്കുന്നത്. അപ്പം സംതിങ് ഈസ് കുക്കിംഗ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൽ അഖിലും വർഷയും കൂടി ചേർന്നിട്ട് ഇട്ടൊരു പേരാണ് അടുപ്പ്. അത് ഞങ്ങളൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലാണ് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഞാനും അഖിലും മാത്രമുള്ള ചില വിഷയങ്ങൾ പറയുമ്പം വർഷയ്ക്ക് അത് മനസ്സിലാവില്ല. കുറച്ച് നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സാധനം പറഞ്ഞല്ലേ, ഒരു മൈക്കിൻ്റെ കാര്യം. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് കണ്ടിന്യൂസ്ലി ഈ മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടുള്ളൊരു ഷോപ്പിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ കിട്ടിയാൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിളിച്ചാണ്. എന്തായാലും ബാക്ക് ടു ദ സബ്ജക്റ്റ്. അങ്ങനെ ഞങ്ങളുടെ വിഷയത്തിൽ പലപ്പോഴും അവളെ സംബന്ധിച്ചിട്ട് അവൾക്കറിയാത്ത വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ഞങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. അത്തരം സാഹചര്യങ്ങളിൽ അവൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് മാറണം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ചില ആളുകളുടെ പേര് എനിക്കറിയാം, പക്ഷെ അവരുടെ പേര് ഞാൻ പറയുമ്പം ചില ആളുകളുടെ പേര് പറയാതിരിക്കേണ്ടി വരും, കാരണം എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആരുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ബേപ്പു സുൽത്താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂതഗണങ്ങളിൽ ഒരു വലിയ ശതമാനം ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഡിസ്കഷൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഭ്രാന്തമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലുണ്ട്, അപ്പോൾ അത് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഞങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതേ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ചിന്തിച്ചിട്ട്, അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പല ചാനലുകളിലും പോഡ്കാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്, പല ആളുകളും പല വ്യത്യസ്തമായ വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. എന്നെ തന്നെ പോഡ്കാസ്റ്റിന് പലരും വിളിച്ചിട്ട് അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ സംസാരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പേ, അതായത് പോഡ്കാസ്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ബേപ്പൂർ സുൽത്താൻ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിലായി. സ്പോട്ടിഫൈയിൽ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഇപ്പം മിക്ക ചാനൽസിലും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമല്ല ഇത്. അത് ഡിസ്കഷനാണ്. നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കുന്ന ഒരു സാധനം. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആധികാരികമായിട്ട്, ഇപ്പോൾ ബേപ്പൂർ സുൽത്താൻ ഒരു വീഡിയോ ചെയ്യുമ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി റിസർച്ച് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ കണ്ടെത്തി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് പലപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യാറ്. പലപ്പോഴും അല്ല, ബഹുഭൂരിപക്ഷം സമയവും ഞാൻ വീഡിയോസ് ചെയ്യാറ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇതൊരു വിഷയം കറൻ്റ്ലി വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചിട്ട് ചുമ്മാ നമ്മൾ സംസാരിക്കില്ല, ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ സംസാരിക്കില്ല. പറയുമ്പോൾ ചിലപ്പോൾ ബ്ലണ്ടറായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. സോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തമാശകൾ പറഞ്ഞുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു സെഗ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേര് വിഷയം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തും വിഷയമാവും അവിടെ. സോ അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ബേപ്പൂർ സുൽത്താനിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഡാർക്ക് മോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു കളർ ടോണോ സാധനങ്ങളോ മെൻഷൻ ചെയ്തിട്ടില്ല അതിലെവിടെയും. കാരണം നമ്മൾ പക്ക റോ ആയിട്ട് എങ്ങനെയാണോ ഞങ്ങൾ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതിന് ഇപ്പോൾ കയ്യിലുള്ള 2 ക്യാമറകൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മൈത്രേയനാണ്. അപ്പം മൈത്രേയൻ എങ്ങനെയാണ് ഞങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അയാൾ ശരിയാണോ, അയാൾ തെറ്റാണോ, അയാൾ പറയുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ്, അതൊന്നല്ല പറയുന്നത്. മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾക്ക് എന്താണ്, അയാൾ
അയാൾ ഞങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു. ഇത് ഇത്ര മാത്രമേ വിഷയം എന്ന് പറയുന്ന സെഗ്മെൻറ്റിന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മേ ബി ഫ്യൂച്ചറിൽ അതിലേക്ക് ആളുകൾ ആഡ് ആവാം. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്ന ഒരു സാധനം ഒരിക്കലും ഈ ഒരു ഇതിൽ ചിന്തിക്കുന്നില്ല. സ്ക്രിപ്റ്റഡ് അല്ല നമ്മൾ ചെയ്യുന്ന ഒരു സാധനം, സ്ക്രിപ്റ്റഡ് അല്ല. അപ്പം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇന്നലെയാണ് ഞങ്ങൾ വന്ന് റെക്കോർഡ് ചെയ്തത്. ഞാനും അഖിലും വന്നു. ഞങ്ങൾ ഒരിക്കലും ഈ ഒരു സാധനം ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് നമ്മൾ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്കും സാധനങ്ങളും, ഇപ്പം ഇവിടെ ഒരു മൈക്ക് സ്റ്റാൻഡ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, 1 2 അതിൽ തുരുമ്പ് പിടിച്ചു തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങി വെച്ചാണെന്ന് അതിന് പോലും മറന്നുപോയ ഒരു സാഹചര്യം. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് വയ്യാണ്ടൊക്കെ ആയി. പക്ഷേ ഈ സാധനം ഇവിടെ കിടന്ന് തുരുമ്പ് പിടിക്കാൻ തുടങ്ങി. അത് ഉപയോഗിച്ചില്ല. പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിലായാൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നു, പിന്നെ കുറച്ച് ഓഡിയോ ക്ലാരിറ്റി അതിലേക്ക് വരുമ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. സൂം എന്ന് പറയുന്നൊരു അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, വോയിസ് റെക്കോർഡറാണ്. പല പല മൈക്കുകൾ കണക്ട് ചെയ്തിട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് വിട്ടു. പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴല്ലോ, ഈ മൈക്കും സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബ്ലണ്ടർ പറയാൻ പറ്റില്ല. തമാശകൾ പോലും ഫിൽട്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യമുണ്ട്. കാരണം പലപ്പോഴും ഞങ്ങളുടെ ഉദാഹരണങ്ങളും തമാശകളും അതിര് കടക്കാറുണ്ട്. ആ അതിര് കടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു സാധനം പറഞ്ഞു എന്നല്ല, അതിനൊക്കെ ആ സെൻസിലേ കാണാവൂ. അങ്ങനത്തെ ഒരു തമാശ മാത്രമാണത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ സംസാരിച്ചതിൽ ഒരു ഫിൽട്ടർ ഇല്ല. എന്നാൽ അത് എഡിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ആ പറയുന്നതിൽ ചിലപ്പോൾ ചില ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി മാത്രം എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. സോ എന്തായാലും ആ ഒരു എപ്പിസോഡ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ മുമ്പേ ജസ്റ്റ് എങ്ങനെയാണോ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നത് അതുപോലെ ഷൂട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ തന്നെ തിരക്കാണ്. കാരണം അവനെ 10 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്തിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങുന്നു. ഇന്നലെയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്നത് തന്നെ 2:30ക്കാണ്. 2:30ക്ക് ഞാൻ കിടന്നിട്ട് പിന്നെ ലേറ്റായിപ്പോയി, മൊത്തത്തിൽ ലേറ്റായിപ്പോയി. ക്യാമറ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കൂടി പോരണം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ചാടി പുറപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചിലപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, പൊതുവേ ഒരു മടിയുണ്ട്. മേ ബി മഴയോണ്ടും ആവാം. എന്തായാലും അതൊന്ന് മാറ്റി പിടിക്കണം. പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണം. കഴിയുന്നതും നിങ്ങളൊക്കെ എന്നിലേക്ക് ചേർത്ത് നിർത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഒരാൾ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കിടന്ന സമയത്ത്, എൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മൊമെൻറ്റ് എനിക്കൊന്ന് കാണാൻ ആഗ്രഹം തോന്നിയിരുന്നു. അന്നൊക്കെ ഞാൻ പറഞ്ഞ തമാശകൾ ഞാൻ തന്നെ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന ആ ഒരു ഭാവം മാത്രമാണ്. മറ്റേതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടാൻ പറ്റുന്നില്ല, മറ്റേതൊന്നും റെക്കോർഡ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കാരണം ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില കഥകൾ പറയാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു എൻറ്റിറ്റി മാത്രമാണ്. അതവിടെ നിന്നോട്ടെ, അത് പാരലലി അതങ്ങോട്ട് പോയിക്കോട്ടെ. അതല്ലാത്ത ചില വീഡിയോസ് വേണം എനിക്ക്. അത് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ എനിക്ക് കാണുമ്പോൾ, എൻ്റെ ഫാമിലിക്ക് കാണുമ്പോൾ, ഓക്കെ ഇയാളിങ്ങനെയായിരുന്നു, ഇയാളിങ്ങനെയൊക്കെ തമാശ പറയുമായിരുന്നു. കാരണം ജസ്റ്റ് ഞാൻ പറയട്ടെ, എനിക്ക് ഈ അസുഖം വന്നിട്ട് ഞാൻ റിട്ടേൺ അടിച്ച സമയമുണ്ടല്ലോ, ഈ ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചൊരു സമയം, അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ ചിരിക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ചിരിക്കും, ഞാനും ചിരിക്കും. അപ്പം എനിക്കങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ഇഷ്ടമുള്ള വിഷയങ്ങൾ പറയാനും ഒരു സ്ക്രിപ്റ്റ് അല്ലാത്ത രീതിയിൽ മുക്കിയും മൂളിയും സംസാരിക്കാനും എനിക്കും താല്പര്യമുണ്ട്. അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ തന്നെ ആയിക്കൊള്ളുന്നൊരു നിർബന്ധമില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അതിന് ഓഡിയോ ഒരു ബുദ്ധിമുട്ടല്ല, വീഡിയോ ഒരു ബുദ്ധിമുട്ടല്ല, ക്യാമറ ആയിക്കൊള്ളണമെന്നില്ല. സോ എന്തായാലും എനിക്ക് എൻ്റെ ലൈഫ് ഡയറീസ് എന്താ പറയുക, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലായിട്ട് ഞാൻ സോളോ സുൽത്താനെ മാറ്റുന്നു. അതിൽ എല്ലാ വിഷയങ്ങളും മിക്സ് ചെയ്തുകൊണ്ട് വിഷയമില്ലാത്തൊരവസ്ഥയിലേക്ക്, കണ്ടൻറ്റ്ലെസ് സോണിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 3:45 കഴിഞ്ഞു. അപ്പം കുഞ്ഞനെ ഏകദേശം സ്കൂളിൽ നിന്ന്
കുഞ്ഞൻ ഏകദേശം സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ട്. അവൻ എത്തുമ്പോഴത്തേക്ക് എത്താൻ എന്തായാലും എനിക്ക് പറ്റില്ല. അവനൊരു 4 മണിയാകത്തെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അവനൊന്ന് എത്തി സെറ്റിലായി അത്യാവശ്യം ടി വി ഒക്കെ കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്തണം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണം. ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണം. സോ ഇന്നത്തെ മെയിൻ എൻ്റെ ജോബ് അതായിരുന്നു. ഞാൻ ഫ്രം സീരീസ് കണ്ടു തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണെന്ന്. രാവിലെ വന്നപ്പോൾ തന്നെ വേറെ കുറച്ച് തിരക്കുകളായിപ്പോയി. നാളെ വ്യാഴാഴ്ച, നാളെ വന്നിട്ട് എനിക്ക് ഷൂട്ടുണ്ട്. അപ്പം നാളത്തെ ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ പരിപാടികൾ മുഴുവൻ കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള വിഷയം എഴുതി തീർക്കണം. സോ അതൊരു ഹെക്ടിക് ജോബാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് പോട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം. എപ്പോൾ വരും, എങ്ങനെ വരും, ഏത് സമയത്ത് വരും എന്നൊന്നും അറിയില്ല. എന്തായാലും ആസ് സൂൺ ആസ് പോസിബിൾ അടുത്ത എപ്പിസോഡ് വരും. സോ